സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കേരള ബി.ജെ.പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. ബി.ജെ.പി ഭാരവാഹി പട്ടിക ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് വൈകുകയാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന നേതൃത്വത്തിൽ സർവാധിപത്യം പുലർത്തിയ മുരളീധര പക്ഷത്തിന് ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വി മുരളീധരന്റെ വലം കൈയായ കെ സുരേന്ദ്രനെ മാറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചത്. വി മുരളീധരന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവിയും നഷ്ടമാകുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചതായാണ് പരാതി. ശോഭാ സുരേന്ദ്രൻ തിരിച്ചെത്തുന്നതിലും പാർട്ടിയിൽ അതൃപ്തി നിലനിൽക്കുകയാണ്. എം.ടി. രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിലും പാർട്ടിയിൽ എതിരഭിപ്രായമുണ്ട്. നിലവിലെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറും പി സുധീറിനെയും മാറ്റുന്നതിലാണ് എതിർപ്പ് ശക്തമായിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ നോമിനികളായി വന്ന ഇരുവരെയും ഒരുമിച്ച് മാറ്റിയാൽ കോർ കമ്മിറ്റിയിൽ കെ സുരേന്ദ്രൻ വി മുരളീധരൻ പക്ഷത്തിന് പ്രാതിനിധ്യം കുറയും എന്നതാണ് ഒരു ആശങ്ക. ഇതുകൂടാതെ മഹിളാ മോർച്ച, യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ പക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന പരാതി ശക്തമാണ്. യുവമോർച്ച അധ്യക്ഷനാകാൻ സാധ്യതയുള്ള ശ്യാം രാജ് സുരേന്ദ്രൻ പക്ഷത്തു നിന്നുള്ള നേതാവല്ല. മഹിളാ മോർച്ച അധ്യക്ഷയായി പരിഗണിക്കുന്ന നവ്യ ഹരിദാസ് പി.കെ. കൃഷ്ണദാസ് പക്ഷ നേതാവുമാണ്. ഇതോടെയാണ് പട്ടികയ്ക്കെതിരെ അതൃപ്തി ശക്തമായിരിക്കുന്നത്. അതേസമയം ഭാരവാഹി പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ബി.ജെ.പിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തുകയാണ്. നാളെയാണ് ചടങ്ങ്. ഇതിനു മുൻപായി തന്നെ പട്ടിക പ്രഖ്യാപിക്കാനായിരുന്നു ബി.ജെ.പിയുടെ പദ്ധതി. എന്നാൽ എതിർപ്പുകൾ ശക്തമായതുമൂലം ഈ നീക്കം നടക്കാതെ പോകുകയായിരുന്നു. 10 ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ 25 ഭാരവാഹികളാണ് പുതിയ പട്ടികയിൽ ഉള്ളതെന്നാണ് വിവരം. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ്, ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരെ അയക്കുമെന്നാണ് നിലവിലെ സൂചന. രാജീവ് ചന്ദ്രശേഖറിന് സ്വീകാര്യനായ നേതാക്കളാണ് ഷോൺ ജോർജും എസ് സുരേഷും. കെ സുരേന്ദ്രൻ വി മുരളീധര പക്ഷ നേതാക്കളെ പൂർണ്ണമായും തഴയുന്ന തരത്തിലുള്ളതാണ് നിലവിലത്തെ സാധ്യതാ പട്ടിക. അങ്ങനെയെങ്കിൽ പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടിയിൽ വിവാദങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കെയാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ലോക്സഭാ എം.പി. ബി.ജെ.പി ടിക്കറ്റിൽ വിജയിക്കുന്നത്. എന്നാൽ ബി.ജെ.പിയുമായി സഹകരിച്ച് നിൽക്കാൻ തുടങ്ങിയ കാലം തൊട്ട് സംസ്ഥാന നേതൃത്വത്തോട് അല്പം അകലം പാലിച്ചാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത്. നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നേരിട്ടാണ് തന്റെ ഇടപാട് എന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പലകുറി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. രാജീവിന്റെ പല നടപടികളും മുരളീധര പക്ഷത്തെ പ്രത്യക്ഷത്തിൽ തന്നെ തഴയുന്ന തരത്തിലുള്ളതായിരുന്നു. പുതിയ ഭാരവാഹി പട്ടികയും ഇത് വ്യക്തമാക്കുന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന സംസ്ഥാന നേതൃനിരയിലേക്ക് മുരളീധര പക്ഷത്തെ പാടെ അവഗണിച്ച് മട്ടുമാണ്. മാത്രമല്ല, മുരളീധര പക്ഷത്തിന്റെ എതിർചേരിയായ കൃഷ്ണദാസ് പക്ഷത്തെയും കഴിഞ്ഞ വർഷങ്ങളിൽ കെ സുരേന്ദ്രനോട് നേരിട്ട് മുട്ടിയ ശോഭാ സുരേന്ദ്രനെയും കാര്യമായി തന്നെ പരിഗണിച്ചിട്ടുമുണ്ട്. എന്നാൽ ഗ്രൂപ്പ് സമ്മർദ്ദത്തിൽപ്പെട്ട് ബി.ജെ.പി ഭാരവാഹി പട്ടിക വൈകുക തന്നെയാണ്. ഇന്നലെ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കും എന്നാണ് റിപ്പോർട്ട്. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലയളവിൽ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയിരുന്നു. ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്ന ശോഭ ദേശീയ നേതൃത്വത്തോട് അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റിനേക്കാൾ ഒരു പടി കൂടി കയറി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ശോഭയുടെ തിരിച്ചുവരവിലും മുരളി സുരേന്ദ്രൻ കോംബോക്കേറ്റ തിരിച്ചെടുത്തിയിരുന്നില്ല. നിലവിലെ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാറിനെയും പി സുധീറിനെയും മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. പട്ടികയിലെ സുരേന്ദ്രപക്ഷത്തിന്റെ ശക്തരായ വക്താക്കളാണ് ഇരുവരും. 10 ഉപാധ്യക്ഷന്മാർ ഉൾപ്പെടെ 25 ഭാരവാഹികളാണ് പുതിയ പട്ടികയിൽ ഉള്ളത് എന്നതാണ് വിവരം.